കുടുംബത്തെയും ഒക്കെയും അനുഗ്രഹിച്ചു. ദൈവത്തിന്റെ പെട്ടകം നിമിത്തം യഹോവ ഓബേദ് ഏദോമിന്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു എന്ന് ദാവീദ് രാജാവ് അറിവ് കിട്ടിയപ്പോൾ ദാവീദ് പുറപ്പെട്ട് ദൈവത്തിന്റെ പെട്ടകം ഓബേദ് ഏദോമിന്റെ വീട്ടിൽ നിന്ന് ദാവീദിന്റെ നഗരത്തിലേക്ക് സന്തോഷത്തോടെ കൊണ്ടുവന്നു. യഹോവയുടെ പെട്ടകം ചുമന്നവർ 6 ചുവട് നടന്ന ശേഷം അവനൊരു കാളയെയും തടിച്ച കിടാവിനെയും യാഗം കഴിച്ചു. ദാവീദ് 10 പഞ്ഞിനൂൽ അങ്കി ധരിച്ചുകൊണ്ട് പൂർണ്ണ ശക്തിയോടെ യഹോവയുടെ മുൻപാകെ നൃത്തം ചെയ്തു. അങ്ങനെ ദാവീദും ഇസ്രായേൽ ഗൃഹവും ഒക്കെയും ആർപ്പോടെ കാഹളനാദത്തോടുകൂടെ യഹോവയുടെ പെട്ടകം കൊണ്ടുവന്നു. എന്നാൽ യഹോവയുടെ പെട്ടകം ദാവീദിന്റെ നഗരത്തിൽ കടക്കുമ്പോൾ ശൗലിന്റെ മകളായ മിഖൽ കിളിവാതിലിൽ കൂടി നോക്കി ദാവീദ് രാജാവ് യഹോവയുടെ മുമ്പാകെ കുതിച്ച് നൃത്തം ചെയ്യുന്നത് കണ്ട് തന്റെ ഹൃദയത്തിൽ അവനെ നിന്ദിച്ചു. അവർ യഹോവയുടെ മുമ്പാകെ പെട്ടകം കൊണ്ടുവന്ന് ദാവീദ് അതിനായി അടച്ചിരുന്ന കൂടാരത്തിന് നടുവിൽ അതിന്റെ സ്ഥാനത്ത് വെച്ചു. പിന്നെ ദാവീദ് യഹോവയുടെ സന്നിധിയിൽ ഹോമയാഗങ്ങളും സമാധാന യാഗങ്ങളും അർപ്പിച്ചു. Let's pray. Heavenly Father, we thank you and praise you for this blessed time that you have given us to worship you and to praise you. Now, as we come before your word, pray, Lord, that you would speak to us this morning time. Lord, as we speak, pray that it might be your words which would encourage us, convict us, and transform us, O Lord, and make us more into your image. Yeah, we ask all these things in the precious name of our Lord and Savior, Jesus Christ. Amen. Amen. Worship should be a reverent response to God's holy presence. ആരാധന എന്ന് പറയുന്നത് ദൈവത്തിന്റെ വിശുദ്ധമായ സാന്നിധ്യത്തോടുള്ള ബഹുമാന്യമായ പ്രതികരണമായിരിക്കണം. This is the main lesson from David's bringing the ark of the covenant into Jerusalem. യെരൂശലേമിലേക്ക് ദാവീദ് ദൈവത്തിന്റെ പെട്ടകം കൊണ്ടുവരുന്ന സാഹചര്യമാണ് നാം വായിച്ചത്. There are 2 things that we learn from this story. 2 കാര്യങ്ങൾ ഈ കഥയിൽ നിന്ന് നാം മനസ്സിലാക്കുന്നു. The first is that God's holy presence should be the focus of true corporate worship. സഭയായി കൂടി വരുമ്പോൾ, ദൈവത്തിന്റെ ജനം കൂടി വരുമ്പോൾ ദൈവത്തിന്റെ വിശുദ്ധമായ സാന്നിധ്യമാണ് ആരാധനയുടെ കേന്ദ്ര വിഷയം. God is omnipresent. ദൈവം എല്ലായിടത്തും അവൻ പ്രസന്റ് ആണ്. Present everywhere at the same time. അവൻ എല്ലായിടത്തും അവന്റെ സാന്നിധ്യമുണ്ട്. But his presence is not realized everywhere. എന്നാൽ അവന്റെ സാന്നിധ്യം എല്ലായിടത്തും തിരിച്ചറിയപ്പെടുന്നില്ല. When I speak of the presence of God, I mean his actual presence. ഞാൻ ദൈവത്തിന്റെ സാന്നിധ്യത്തെ സംസാരിക്കുമ്പോൾ അവന്റെ അക്ഷരാർത്ഥം മനസ്സിൽ ആഗ്രഹിക്കും. When God's people come together for worship, they ought to focus on his holy presence for them. ദൈവത്തിന്റെ ജനം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം, സർവ്വവ്യാപിയായ ദൈവം ഉണ്ട് എന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. The ark symbolized God's holy presence. പെട്ടകം ദൈവത്തിന്റെ വിശുദ്ധമായ സാന്നിധ്യത്തിന്റെ പ്രതീകമായിരുന്നു. What was the ark? എന്തായിരുന്നു പെട്ടകം? The Hebrew word meant chest. എന്ന് വെച്ചാൽ ഒരു തടി കൊണ്ടുള്ള ഒരു കബോർഡ് പോലത്തെ. Refers to a wooden box which is around 4 feet long, 2.5 feet high and 2.5 feet wide. 4 അടി നീളവും 2.5 അടി വീതിയും 2.5 അടി ഉയരവുമുള്ള ഒരു തടി കൊണ്ടുണ്ടാക്കുന്ന ഒരു കബോർഡ് പോലത്തെ ഒരു ബോക്സ്. Not that huge. അത് അത്ര വലിപ്പമുള്ളതല്ല. The top of it was a pure slab of gold called the mercy seat. അതിന്റെ മുകൾ ഭാഗം എന്ന് പറയുന്നത് സ്വർണം കൊണ്ട് പൂശിയ ദൈവത്തിന്റെ കരുണാ സീറ്റാണ്, കൃപാസനമാണ്. And there were 2 golden cherubim with outstretched wings facing one another. 2 ചെറുബിമുകൾ പ്രതീകമായി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് അവരുടെ കൈകൾ വീശി നിൽക്കുന്നു. The ark of the covenant was a central piece of furniture in the tabernacle. ദൈവത്തിന്റെ ആലയത്തിൽ ഈ ദൈവത്തിന്റെ പെട്ടകം അവിടുത്തെ പ്രധാന നിർമ്മിക്കപ്പെട്ട ഒരു ശില്പിയായിരുന്നു. It was in the most holy place. അത് അതിവിശുദ്ധ സ്ഥലത്ത് സ്ഥിതി ചെയ്തു. And over the ark appeared the Shekinah, the glory of God. ആ പെട്ടകത്തിന്റെ മുകളിൽ ദൈവത്തിന്റെ ശെഖേന ഇറങ്ങി വന്ന് തേജസ് വെളിപ്പെട്ടു. The ark was the symbol of God meeting with his people on the basis of atonement. മനുഷ്യനെ ദൈവം കണ്ടുമുട്ടുന്ന പ്രതീകമായി ഈ പെട്ടകം നിലകൊണ്ടു. In Exodus 25 verse 22, the Lord told Moses, "And there I will meet with you." പുറപ്പാട് പുസ്തകത്തിൽ മോശയോട് ദൈവം പറഞ്ഞു, ഈ പെട്ടകം നിൽക്കുന്ന സ്ഥലത്ത് ഞാൻ നിന്നെയും നിന്റെ ജനത്തെയും കാണും. It was a type of the Lord Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒരു പ്രതീകമായിരുന്നു. The ark was the place where God's glory appeared between the cherubim on the mercy seat. കൃപാസനത്തിന് മുകളിൽ നിൽക്കുന്ന ചെറുബിമുകളുടെ മധ്യത്തിലേക്ക് ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വരുന്ന ദൈവികമായ സാന്നിധ്യം.
Similarly, in Jesus, the glory of God is manifest. അതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തുവിൽ ദൈവത്തിന്റെ തേജസ്സും വെളിപ്പെട്ട് നിൽക്കുന്നു. So when we gather as God's people, അതുകൊണ്ട് നാം ദൈവജനമായി കൂടി വരുമ്പോൾ we gather unto the Lord Jesus Christ who is in our midst. നമ്മുടെ സാന്നിധ്യത്തിൽ നിലകൊള്ളുന്ന കർത്താവായ യേശുക്രിസ്തുവിങ്കിലേക്ക് നാം കടന്നു വരുന്നു. It is because of his person, അത് അവന്റെ വ്യക്തിത്വം കൊണ്ടാണ്. God in human flesh, ദൈവം ജഡരൂപം മനുഷ്യരൂപം എടുത്ത് വേഷത്തിൽ വിളങ്ങുന്നു. and his work as the satisfaction of the divine penalty for our sins, that we are able to draw near unto God. അവന്റെ നമ്മുടെ പാപത്തിന് വേണ്ടിയുള്ള തന്റെ ദിവ്യമായ ആ യാഗം മുഖാന്തരമാണ് ഈ സാന്നിധ്യത്തിലേക്ക് വരുവാൻ ദൈവം അനുവദിക്കുന്നത്. So here, why does David want the ark? എന്തുകൊണ്ടാണ് ദാവീദിന് പെട്ടകത്വം കൊണ്ട് ആവശ്യം? Because the ark had been lost to the Philistines because they had captured it. കാരണം ഫിലിസ്തീയർ ഈ പെട്ടകം കൊണ്ടുപോയി. We find that incident in 1 Samuel 4 and 5. 4-5 അധ്യായങ്ങളിൽ അധ്യായങ്ങളിൽ നമ്മളിത് കാണുന്നു. The Philistines had captured the ark. ഫിലിസ്തീയർ ഈ പെട്ടകം പിടിച്ചുകൊണ്ടുപോയി. And even though they had sent it back, it had stayed for a long time in a reasonably remote place called Kiriath Jearim. കിര്യത്ത് ജെറം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഈ ഫിലിസ്തീയർ തിരികെ ഈ പെട്ടകം അയച്ചെങ്കിലും ഒരുപാട് നാൾ അവിടെ ഈ ആരുമില്ലാത്തൊരു പ്രദേശത്ത് അതിനെ സ്ഥിതി ചെയ്തു. So it was away from the tabernacle. അതുകൊണ്ട് അത് ദേവാലയത്തിൽ നിന്ന് വളരെ ദൂരവേ നിലകൊണ്ടു. David had been king for 7 years now. 7 വർഷമായി ദാവീദ് ഈ സമയമായപ്പോൾ രാജാവായി വാഴുന്നു. The kingdom which was once divided is now unified under David's rule. 2 സാമ്രാജ്യങ്ങളായി ഡിവൈഡ് ചെയ്യപ്പെട്ട രാജ്യ സാമ്രാജ്യം അത് ഒരു സാമ്രാജ്യമായി ദാവീദിന്റെ കീഴിൽ അത് യൂണിഫൈ ചെയ്തിരിക്കുന്നു. So he decided to make the worship of God central to the national life. അതുകൊണ്ട് അവിടെയുള്ള പൗരന്മാരുടെ ജീവിതത്തിൽ ദൈവത്തോടുള്ള ആരാധന കേന്ദ്ര വിഷയമാക്കി മാറ്റുവാൻ ദാവീദ് ആഗ്രഹിച്ചു. So to accomplish this, he suggested bringing the Ark of the Covenant. അതുകൊണ്ട് ഈ കാര്യം സാധിക്കേണ്ടതിന് വേണ്ടി ദൈവത്തോടുള്ള ആരാധന അവരുടെ ജീവിതത്തിൽ ഒരു കോർ വിഷയമാകേണ്ടതിന് വേണ്ടി ഈ പെട്ടകം കൊണ്ടുവരുവാനായി ദാവീദ് ആവശ്യപ്പെട്ടു. Because the ark was a central element of the Mosaic tabernacle to Jerusalem. കാരണം മോശ മുഖാന്തരം ലഭിക്കപ്പെട്ട ദൈവത്തിന്റെ ആലയത്തിൽ പെട്ടകത്തിന് വലിയ സ്ഥാനമുണ്ട്. പെട്ടകമാണ് അതിന്റെ മധ്യ വിഷയം. So as we read these verses, we see that as David and the people worshiped before the ark, it's clear that they were worshiping before the Lord. അതുകൊണ്ട് ദാവീദും തന്റെ ജനവും ഈ പെട്ടകത്തിന് മുമ്പാകെ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് മുൻപിലാണ് അവർ ആരാധിച്ചത്. We see that phrase occurring 6 times in verse 5, 14, 16, 17, 21. We find the phrase before the Lord. 6 തവണയാണ് യഹോവയുടെ മുമ്പാകെ യഹോവയുടെ മുമ്പാകെ യഹോവയുടെ മുമ്പാകെ എന്ന് നാം അവിടെ കാണുന്നത്. As we will see, even though they had this sense of God's presence, they were quite careless about it at first. ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ബോധ്യം അവർക്കുണ്ടായിരുന്നെങ്കിൽ പോലും അല്പം അശ്രദ്ധയോടുകൂടെയാണ് ആദ്യം ഈ പെട്ടകത്തെ അവർ സ്വീകരിക്കുന്നത്. And we know the tragic consequences for that. അതിന്റെ പരിണിത ഫലവും നാം ഇവിടെ കാണുന്നു. But God made it explicitly clear that to worship in his presence is a remarkable thing not to be taken lightly. അതുകൊണ്ട് ദൈവം ഇവിടെ ഈ സംഭവം നടക്കുമ്പോൾ ദൈവത്തിന്റെ മുൻപാകെ ആരാധിക്കുവാൻ കഴിയുന്നത് അതിഗൗരവമായ ഒരു വിഷയമാണെന്ന് ദൈവം സ്ഥാപിക്കുക. We live in a time of superficial Christianity. നാം വളരെ ഉപരിവിപ്ലവമായ ക്രിസ്ത്യാനിത്വത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. That has lowered the level of God to a good friend in the sky. ദൈവത്തിന്റെ ആ ഭയാനകത്വം ഒക്കെ മാറ്റി ദൈവം ഒരു കൂട്ടാളിയാണ്, ഒരു കൂട്ടുകാരനെ പോലെയൊക്കെ ആണെന്ന് പറഞ്ഞു നടക്കുന്ന ഒരു കാലഘട്ടം. Where we have lost the proper sense of awe and reverence in his holy presence. ദൈവത്തിന്റെ വിശുദ്ധമായ സാന്നിധ്യത്തോടുള്ള ഭയവും ഭക്തിയും കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടം. All of us are guilty of shaping God in our own image. നാം എല്ലാവരും കുറ്റക്കാരാണ് ദൈവത്തെ നമുക്കിഷ്ടമുള്ള രൂപക്കൂട്ടിൽ കൊണ്ടാക്കി വെക്കുന്നത്. Sometimes God is molded by our upbringing. ഒരുപക്ഷെ നാം വളർന്നു വന്ന സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നാം ദൈവത്തെ കാണുന്നു. Or sometimes by our tradition. അല്ലെങ്കിൽ പരപക്ഷം നമ്മുടെ പാരമ്പര്യം കൊണ്ട് നമ്മൾ ദൈവത്തെ ഡിഫൈൻ ചെയ്യുന്നു. Or sometimes by our personal sensitivities. അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ആഗ്രഹങ്ങൾ കൊണ്ട് ദൈവത്തെ നാം നമ്മുടേതായ രൂപത്തിൽ സൃഷ്ടിക്കുന്നു. Occasionally we even distort what God has revealed about himself. പലപ്പോഴും ദൈവം തന്നെ പറ്റി വെളിപ്പെടുത്തിയ കാര്യങ്ങൾ പോലും മറച്ചു വെച്ച് നമ്മുടേതായ രൂപങ്ങൾ നാം സൃഷ്ടിക്കുന്നു. So all of us tend to bring down God to our own level rather than living in the level of his living by the awe of his greatness. ദൈവത്തിന്റെ ഭയാനകതയോടനുബന്ധിച്ചുള്ള ജീവിതം നയിക്കേണ്ടതിന് പകരം എന്റേതായ
ലെവലിൽ ദൈവത്തെ താഴ്ത്തി ജീവിക്കുവാൻ അവന്റെ മുൻപാകെ നടക്കുവാൻ ഞാൻ ശ്രമിക്കുന്നു. Think about this for a minute. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. The largest known star in the universe is the red hypergiant called HY Canis Majoris. അഖിലാണ്ടത്തിൽ ഏറ്റവും വലിയ നക്ഷത്രം എന്ന് അറിയപ്പെടുന്നത് ഹൈപ്പർ ജയന്റ് കാനിസ് മെജോറിസ് എന്നാണ്. It has a diameter of 2 billion kilometers. അതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 2 ബില്യൺ കിലോമീറ്റർ ആണ്. It would take almost 3 billion suns to fill up this star. ഈ ഒറ്റ നക്ഷത്രത്തെ നിറയ്ക്കണമെങ്കിൽ, അതിന്റെ വ്യാപ്തി അറിയണമെങ്കിൽ നമ്മൾ കാണുന്ന 2 ബില്യൺ സൂര്യനുകൾ വേണം അതിനെ നിറയ്ക്കുവാൻ വേണ്ടി. To give you a sense of its size, അതിന്റെ സൈസ് മനസ്സിലാക്കണമെങ്കിൽ, imagine you're taking a flight around the star. Maybe you're taking an Air India around the star. ഒരു ഫ്ലൈറ്റ് ഈ വലിയ നക്ഷത്രത്തിന്റെ ചുറ്റും എടുക്കുകയാണെന്ന് നാം ഒന്ന് അനുമാനിച്ചാൽ, Traveling at around 900 kilometers per hour. ഒരു 900 കിലോമീറ്റർ അടുപ്പിച്ച് മണിക്കൂറിൽ സഞ്ചരിക്കുകയാണെന്ന് വിചാരിക്കുക. If you took that same trip around our sun, അതേ ഫ്ലൈറ്റിൽ അതേ സ്പീഡിൽ നമ്മുടെ സൂര്യന് ചുറ്റും നാം ഒന്ന് സഞ്ചരിക്കാൻ നോക്കിയാൽ, it would take you about 9 to 10 weeks. അതൊരു 9-10 ആഴ്ച കൊണ്ട് നമ്മുടെ സൂര്യനെ ഒരു വട്ടം നമുക്ക് കറങ്ങാൻ പറ്റും. But around this star, എന്നാൽ ഈ വലിയ നക്ഷത്രം, ഏറ്റവും വലിയ നക്ഷത്രത്തിന് ചുറ്റും it would take approximately 1100 years. 1100 വർഷമെടുക്കും ഈ സൂര്യന് ചുറ്റും ഒന്ന് കറങ്ങി വരാൻ. And that's just one of the several billion stars in our galaxy. നമ്മുടെ അഖിലാണ്ടത്തിൽ നാം കാണുന്ന അനേക ബില്യൺ നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രമാണ് ഈ വലിയ നക്ഷത്രം. So there are probably 100 billion galaxies in the universe. നാം കാണുന്ന 100 ബില്യൺ ഗാലക്സികളോളം ഇനിയും ഈ അഖിലാണ്ടത്തിൽ കാണും. All of this were created by the God of 2 Samuel 6. 2 ശമൂവേൽ 6-ാം അധ്യായത്തിൽ നാം കാണുന്ന യഹോവയായ ദൈവമാണ് ഈ നക്ഷത്രങ്ങളെ എല്ലാം ഉണ്ടാക്കിയത്. All of them are in his hand. അതെല്ലാം അവന്റെ കരങ്ങളിൽ നിലകൊള്ളുന്നു. How big is God? എത്ര വലിയവനാണ് ദൈവം, How small are we? നാം എത്ര ചെറിയവരാണ്. Are we living in the light of the greatness of his holiness? അവന്റെ വിശുദ്ധിയുടെ വലിപ്പത്തിനൊത്തവണ്ണമാണോ എന്റെ ജീവിതം ഞാൻ നയിക്കുന്നത്? So as we gather to worship, അതുകൊണ്ട് നാം ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ our worship would be transformed if we focused on the truth that we are gathered in the midst of God's holy presence. നമ്മുടെ ആരാധനകൾക്ക് മാറ്റം വരുവാൻ പോകുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? വിശുദ്ധനായ ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണെന്നുള്ള യാഥാർത്ഥ്യം എന്റെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങുമ്പോൾ മാത്രമാണ്. We should not primarily come to meet with our friends. നാം പലപ്പോഴും നമ്മുടെ കൂട്ടുകാരെ കാണുവാൻ വേണ്ടി അല്ല ദൈവസന്നിധിയിൽ വരുന്നത്. Although fellowship is an important part of the church, കൂട്ടായ്മ സഭയുടെ ഒരു അടിസ്ഥാനമായ ഒരു ഘടകമാണെങ്കിൽ പോലും we should primarily come to meet with God. നാം ഈ ദൈവത്തെ കണ്ടുമുട്ടുവാനാണ് ദൈവസഭയിലേക്ക് നാം പ്രവേശിക്കുന്നത്. True corporate worship involves focusing on the fact that the holy God is here. ശരിയായ സഭയുടെ ആരാധന എന്ന് പറയുന്നത് വിശുദ്ധനായ ദൈവത്തെ കണ്ടുമുട്ടുവാൻ അവന്റെ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കുന്ന ഗൗരവത്തിലായിരിക്കണം. So therefore we go to the second point. That means that reverence in God's presence should be our response in true corporate worship. അതുകൊണ്ട് സഭയുടെ ആരാധനയിൽ ഈ ദൈവത്തിന്റെ സാന്നിധ്യത്തോടുള്ള എന്റെ ശരിയായ ബഹുമാന സൂചകമായിരിക്കണം, എന്റെ പ്രതികരണമായിരിക്കണം എന്റെ ആരാധന. So since the ark was the visible symbol of the presence of God in the midst of his people, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ദൈവത്തിന്റെ ജനത്തിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ പ്രതീകമായിരുന്നു ദൈവത്തിന്റെ പെട്ടകമെങ്കിൽ, you would think that there would have been a uniform response of reverence on the part of all who were there in the presence of the ark. അങ്ങനെ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ പ്രതീകമായിരുന്നു ദൈവത്തിന്റെ പെട്ടകമെങ്കിൽ കടന്നു വന്ന എല്ലാവരും ഒരുപോലെ ബഹുമാനത്തോടുകൂടെ വേണമായിരുന്നു അവിടെ നിൽക്കുവാൻ വേണ്ടി. But if you go back about 50 years and trace the history of the ark, എന്നാൽ ഈ പെട്ടകത്തിന്റെ 50 വർഷത്തെ മുമ്പത്തെ ചരിത്രം നാം ശ്രദ്ധിച്ചാൽ we will see different and instructive responses to the presence of the ark. ഈ പെട്ടകത്തിന്റെ സാന്നിധ്യത്തിനോടുള്ള ആളുകളുടെ പ്രതികരണം നാം പല രീതിയിൽ കാണുമായിരുന്നു. So I want to look at few of those responses and also think through as to how we respond. അതിലുള്ള ആളുകൾ എങ്ങനെ പ്രതികരിച്ചു എന്ന് കണ്ടിട്ട് നാം എങ്ങനെയാണ് ദൈവത്തിന്റെ സാന്നിധ്യത്തോട് പ്രതികരിക്കുന്നതെന്ന് ഒരു താരതമ്യം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. First we look at the Israelites in 1 Samuel 4. 1 ശമൂവേൽ 4-ാം അധ്യായത്തിൽ നാം ഇസ്രായേലിയരുടെ പ്രതികരണം നാം കാണുന്നുണ്ട്. They thought about it as a good luck charm. ഒരു ആകർഷണ ശക്തിയുള്ള ഒരു വസ്തുവിനെ പോലെയാണ് അവർ പെട്ടകത്തെ A കണ്ടത്. good luck charm, something which gives you luck. So ഒരു ഭാഗ്യം നൽകുന്ന ഒരു വസ്തുവിനെ പ്രതീക്ഷിച്ചാണ് അവർ ആ പെട്ടകത്തെ വീക്ഷിച്ചത്. the worship of God was a dead ritual
for most of Israel at this time in 1 Samuel 4 that time. 1 ശമൂവേൽ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആരാധന എന്നുള്ളത് മരിച്ചുപോയ ഒരു നിർജീവമായ ഒരു പ്രതികരണം മാത്രമായിരുന്നു. The two priestly sons of Eli were corrupt. ഈലായിയുടെ 2 മക്കൾ അവർ ദോഷം ചെയ്തവരായിരുന്നു. They were engaging in immorality with women at the entrance of the tabernacle. ദേവാലയത്തിന്റെ പ്രവേശന കവാടത്തിൽ സ്ത്രീകളുമായി അവർ ദുർനടപ്പിൽ അവർ ഏർപ്പെട്ടു. So when they faced trouble with the Philistines, അതുകൊണ്ട് ഫിലിസ്ത്യർ വന്ന് ഇവരെ പിടിക്കുവാനായി കടന്നു വന്നപ്പോൾ someone came up with this idea. അന്നേരം അവർക്ക് ഒരു ഐഡിയ തോന്നി, Let's get the ark and carry it into the battle. That we see in verse 3 or 4. ഈ പെട്ടകത്തെ എടുത്തുകൊണ്ട് നമുക്ക് യുദ്ധത്തിനായി കടന്നു പോയാലോ. They were using it as a good luck charm. അതൊരു എന്താ പറയാ, ഒരു ഭാഗ്യത്തിന്റെ ഒരു വസ്തുവായിട്ട് അവർ അതിനെ കണ്ടു. അവർക്ക് വിജയിക്കുവാനായിട്ട് ഒരു ഭാഗ്യത്തിന്റെ ഒരു വസ്തു. But we know that God allowed them to be defeated. എന്നാൽ അന്ന് പെട്ടകം കൊണ്ടുപോയിട്ടും അവരെ ദൈവം തോൽപ്പിച്ചു. And the Philistines captured the ark. എന്നിട്ട് ഈ ഫിലിസ്ത്യർ ഈ പെട്ടകം പിടിച്ചു. Today sometimes, many churchgoers treat Sunday worship like a good luck charm. ഇന്ന് പലപ്പോഴും ആരാധനയ്ക്ക് ഞായറാഴ്ച കടന്നു വരുന്ന ആൾക്കാരെല്ലാം ഒരു ഭാഗ്യം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഭാഗ്യമോ അനുഗ്രഹമോ കിട്ടുമോ എന്ന് അപ്രതീക്ഷിച്ചാണ് ആരാധനയ്ക്ക് വരുന്നത്. They face struggles അവർക്ക് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. and think that I'll go to church and try to please God the right way and maybe he will solve my problem. എനിക്ക് പല പ്രതിസന്ധികൾ ഉള്ളത് കൊണ്ട് ഞായറാഴ്ച വന്ന് ആഴ്ചയിൽ ഒന്ന് ആരാധിച്ച് കണ്ണു കാണിച്ച് ശരിയായ രീതിയിൽ ആരാധിച്ചാൽ കഴിഞ്ഞാൽ ദൈവം എന്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം വരുത്തുമായിരിക്കും. But to them worship is just a good luck charm to try to get God on their side. ആരാധന എന്നുള്ളത് അവരെ സംബന്ധിച്ച് ഒരു ഭാഗ്യ പരീക്ഷണമായി ദൈവത്തെ അവരുടെ പക്ഷത്ത് കൊണ്ട് നിർത്തി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നോക്കുന്ന ഒരു കാര്യമായി ആരാധന മാറി. They know nothing of God's holy presence. ദൈവത്തിന്റെ വിശുദ്ധമായ സാന്നിധ്യത്തിന്റെ ഗൗരവം അവർ തിരിച്ചറിയുന്നില്ല. Now let's look to the Philistines. ഫിലിസ്ത്യരെ പറ്റി നാം നോക്കിയാൽ 1 Samuel 5. 1 ശമൂവേൽ 5-ാം അധ്യായം നാം ശ്രദ്ധിച്ചാൽ They treated it like a plague. അതൊരു മഹാമാരിയായ ഒരു പകർച്ചവ്യാധി കൊണ്ടുവരുന്ന ഒരു വസ്തുവിനെയായിട്ട് അവർ ദൈവത്തിന്റെ പെട്ടകത്തെ കണ്ടു. We know that the Philistines set up their ark next to their god Dagon. ദാഗോൻ ദേവന്റെ അടുക്കലാണ് ദൈവത്തിന്റെ ഈ പെട്ടകത്തെയും അവർ കൊണ്ടുവച്ചത്. But the Lord caused their idol to fall and break into pieces. എന്നാൽ ഈ ദാഗോൻ പ്രതിരൂപം ഉണ്ടാക്കിയ ആ ഐഡൽ മുഴുവൻ പൊട്ടി ചിതറിച്ചു കളഞ്ഞു ദൈവം. Next, God struck them with all tumors and some tumors of some sort, and there was mice. പകർച്ചവ്യാധിയും ട്യൂമേഴ്സും എലികൾ കൊണ്ടും അവരുടെ രാജ്യത്തെ മുഴുവൻ ദൈവം നിറച്ചു. So as you can imagine, the Philistines wanted to get rid of the ark as quickly as possible. ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഫിലിസ്ത്യർക്ക് പെട്ടെന്നൊരായി തോന്നി, ഈ പെട്ടകത്തെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരും. So they were quite uncomfortable with God's presence. അതുകൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് അവർക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടായി. And even so, many a time, sometimes people, there are some people who feel guilty as they approach a church. അതുകൊണ്ട് പലപ്പോഴും ചർച്ചിലേക്ക് കടന്നു വരുമ്പോൾ, സഭായോഗങ്ങൾക്ക് കടന്നു വരുമ്പോൾ അല്പ കുറ്റബോധത്തോടുകൂടിയാണ് അവർ സഭായോഗത്തിന് I'm talking about a church where God's holy presence is known. ദൈവത്തിന്റെ വിശുദ്ധമായ സാന്നിധ്യം അറിയപ്പെടുന്ന ഒരു സ്ഥലം സഭയിൽ. They are uncomfortable around those who manifest God's presence. ദൈവത്തിന്റെ സാന്നിധ്യം വെളിവാക്കുന്ന കാര്യങ്ങളിൽ അവർ അല്പം ബുദ്ധിമുട്ട് കാണിക്കുന്നു. Now let's look at 1 Samuel 7 and 2 Samuel 6 also. We find Abinadab. നമ്മൾ 1 ശമൂവേൽ 7-ാം അധ്യായം 2 ശമൂവേൽ 6-ലും അബിനദാബിനെ നാം കാണുന്നുണ്ട്. His reaction or response is indifferent. തന്റെ പ്രതികരണം ദൈവത്തിന്റെ പെട്ടകത്തോട് നിർജീവമായിരുന്നു. Yeah, the Philistines sent the ark back to Israel on a cart. ഫിലിസ്ത്യർ ഈ പെട്ടകത്തെ മടക്കി അവർ ഒരു കാളവണ്ടിയിൽ തിരിച്ച് ഇസ്രായേലിൽ കൊണ്ടുവന്നു. And it ended in the house of Abinadab. അത് അബിനദാബിന്റെ ഭവനത്തിലാണ് ഇത് കൊണ്ടെത്തിയത്. By David's time, it had almost 20 years in his house. ദാവീദ് കടന്നു വരുമ്പോൾ ഏകദേശം 20 വർഷത്തോളം അബിനദാബിന്റെ ഭവനത്തിൽ ഈ പെട്ടകം നിലകൊള്ളുകയാണ്. It is significant that we do not read of any results in Abinadab's household for having the ark all those years. 20 വർഷത്തോളം പെട്ടകം ഇരുന്ന അബിനദാബിന്റെ കുടുംബത്തിൽ ഒരു പ്രത്യേകമായ പരിണിത ഫലവും നാം കാണുന്നില്ല. We'll see in a moment that it was in Obed-Edom's house for just 3 months and it brought a great blessing. ഒബേദ്-ഏദോമിന്റെ ഭവനത്തിൽ 3 മാസം നിലകൊണ്ട ദൈവത്തിന്റെ പെട്ടകം വളരെ അനുഗ്രഹം കൊണ്ടുവന്നു. But it was 20 years in Abinadab's house and nothing happened. 20 വർഷം അബിനദാബിന്റെ ഭവനത്തിൽ ഇരുന്ന പെട്ടകം ഇരുന്നിട്ടും ഒരു നന്മയും ആ ഭവനത്തിൽ ഉണ്ടായില്ല. Some churchgoers are like that. ചില സഭായോഗങ്ങളിൽ കടന്നു വരുന്ന സഭാ
അംഗങ്ങൾ അങ്ങനെയാണ്. They can attend a church for years വർഷങ്ങൾ സഭായോഗങ്ങൾക്ക് കടന്നു വരും, where God is present, ദൈവത്തിന്റെ സാന്നിധ്യം അവിടെയുണ്ട്. yet it has no applicable impact on their lives. എന്നാൽ അവരുടെ ജീവിതത്തിൽ ഒരു വ്യതിയാനവും ഇല്ലാത്ത ജീവിതങ്ങളായി അത് മാറുന്നു. You can be in God's presence and still feel distant if your heart is not actively seeking Him. നിങ്ങളുടെ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ദൈവത്തോട് വളരെ ദൂരവേ ആയിരിക്കുവാനുള്ള സാധ്യതയുടെ കാരണം നിങ്ങളുടെ ഹൃദയം ദൈവത്തെ ശരിയായ നിലയിൽ അന്വേഷിക്കാത്തത് കൊണ്ടാണ്. That was Abinadab's response. അഭിനദാവ് ഈ പെട്ടകത്തോട് പ്രതികരിച്ച രീതി. Now let's look at Uzzah. ആസയെ പറ്റി നാം കാണുന്നു. In 2 Samuel 6 verse 6 and 7. 6-7 ഉസയെ നാം കാണുന്നു. Yeah. We find that he was over familiar. അവൻ അവിടെ നാം കാണുന്നു പെട്ടകവുമായി വളരെ പരിചയസമ്പത്തിന് പോലെ തന്റെ പ്രതികരണം. As David and company moved the ark toward Jerusalem on an ox cart, യെരൂശലേമിലേക്ക് കാളവണ്ടിയിലേക്ക് ദൈവം ഈ പെട്ടകം ദാവീദും തന്റെ ജനവും ഈ പെട്ടകം കൊണ്ടുപോയപ്പോ the oxen stumbled. കാള വിരണ്ടു. The ark almost fell to the ground. പെട്ടകം നിലത്തോട്ട് വീഴുവാനായി പോകുന്നു. Uzzah reached out his hand and to keep it from falling on the soil. താഴെ വീഴാതിരിക്കാൻ ഉസ തന്റെ കൈ നീട്ടിയേ ഉള്ളൂ. God said, ദൈവം പറഞ്ഞു, thank you, Uzzah. ഉസ നന്ദിയുണ്ട്. Is that what he said? അങ്ങനെയാണോ ദൈവം പ്രതികരിച്ചത്? No, God killed Uzzah instantly. ആ നിമിഷത്തിൽ ഉസ അവിടെ മരണപ്പെട്ടു. For a minute, just imagine the scene. ഒറ്റ മിനിറ്റ് നിങ്ങൾ ആ ചിത്രം ഒന്ന് നിങ്ങളുടെ മനസ്സിൽ വരച്ചേ. Thousands of people dancing and singing at top of their lungs. 1000-ലധികം ആളുകൾ നൃത്തം ചെയ്തും അവരുടെ ഹൃദയം പൊട്ടി തുറന്ന് പാടുകയും ചെയ്യുന്ന നിമിഷത്തിൽ And all of a sudden, Uzzah drops dead. ഒറ്റ നിമിഷം കൊണ്ട് ഉസ മരണപ്പെട്ടു പോകുന്നു. Imagine the silence. എത്ര പെട്ടെന്നായിരിക്കും അവിടെ നിശബ്ദമായത്. Maybe a scream or two. ചിലപ്പോ ഒന്ന് നിലവിളിച്ചു കാണും ആരെങ്കിലും. And they all went home. അവരെല്ലാം ഭവനത്തിൽ പോയി. Some people think that God was a bit harsh for doing that. ചില ആളുകൾ വിചാരിക്കുന്നത് ദൈവം ഇത് ചെയ്തുകൊണ്ട് അല്പം കഠിനമായി പോയില്ലേ. Even David, we find there that he got angry at God. അവിടെ ദാവീദിനും ദൈവത്തോടുള്ള പ്രതികരണത്തിൽ ദാവീദ് അല്പം ദേഷ്യപ്പെടുന്നുണ്ട്. What was wrong about what Uzzah did? ഉസ ചെയ്തതിൽ എന്താണ് ഇത്ര തെറ്റ്? After all, he was just trying to help, wasn't he? താഴെ പോവാതിരിക്കാൻ സഹായിക്കാൻ വേണ്ടിയല്ലേ കൈ നീട്ടിയത്? Any wagon driver would have done the same. കാളവണ്ടി ഓടിക്കുന്ന ആരും അതല്ലേ ചെയ്യുള്ളൂ. Because it is a valuable piece of furniture under his care, so they would do like that. അത് ഇത്രയും വിലപ്പെട്ട ഒരു സാധനമാണല്ലോ, നമ്മൾ എന്തിനാണ് അത് താഴെ പോകാൻ അനുവദിക്കുന്നത് നമ്മൾ ചിന്തിക്കും. Yes, and that was precisely Uzzah's problem. അതായിരുന്നു ഉസയുടെ പ്രശ്നം. He saw no difference between the ark and any other valuable article. ഈ പെട്ടകവും വേറൊരു വസ്തുവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഉസ കണ്ടില്ല. He was overly familiar with what was utterly sacred. ഏറ്റവും പരിശുദ്ധമായ വസ്തുവിനും വേറെ വസ്തുക്കൾ തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്ന് താൻ കണ്ടു. Who was Uzzah? ആരായിരുന്നു ഉസ? He was the son of Abinadab. അബിനദാബിന്റെ ഭവനത്തിൽ അബിനദാബിന്റെ പുത്രൻ. He had grown up with the ark in his home. ഈ പെട്ടകം തന്റെ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് താൻ വളർന്നതാണ്. It was commonplace to him. അത് അവന് വളരെ സ്വാഭാവികമായ ഒരു വസ്തുവായി മാറി. What's the big deal? എന്താണ് ഇതിന് വലിയ പ്രശ്നം? But he should have known that even the Levitical priests who carried the ark were not permitted to touch it, but had to carry it on a pole inserted through the rings attached to it. ദൈവത്തിന്റെ പുരോഹിതന്മാർ പോലും ഈ പെട്ടകം ചുമക്കുന്നവർ പെട്ടകം തൊടുവാൻ അനുവദനീയമായിരുന്നില്ല. അത് ചുമക്കണമെങ്കിൽ പോലും 2 കമ്പിൽ അവരുടെ തോളിൽ ഇരുത്തി വേണം ഈ പെട്ടകത്തെ അവർ ചുമക്കുവാൻ. പെട്ടകത്തിന് നേരെ കൈ നീട്ടുവാൻ, അതിനെ തൊടുവാൻ അവർക്ക് പോലും അനുവാദമില്ലായിരുന്നു. Some in our day, നമ്മുടെ കാലഘട്ടത്ത് പലരും, often people like me who have grown up in the church, എന്നെ പോലെയുള്ളവർ സഭ കണ്ടു വളർന്നവരായ നാം ഓരോരുത്തരും underestimate the things of God. ദൈവത്തിന്റെ സാന്നിധ്യവും വിശുദ്ധിയും നാം പലപ്പോഴും ഗൗരവത്തിലെടുക്കാറുണ്ട്. God becomes ordinary to them. ദൈവം നമുക്ക് വളരെ സാധാരണക്കാരനായി മാറുകയാണ്. After living the life like a Gentile for the week, some will come to worship on Sunday. പലരും ജാതികളെ പോലെ ജീവിച്ചിട്ട് ഞായറാഴ്ച കൈനീട്ടുവാനായി കടന്നു വരും. Participating from the Lord's table sometimes with unrepentant sin or unresolved conflict with brethren. മാനസാന്തരപ്പെടാത്ത ഹൃദയങ്ങളും
സഹോദരന്മാർ തമ്മിൽ പ്രശ്നം തീർക്കാതെയും വന്ന് ആരാധിക്കുവാൻ നാം ശ്രമിക്കുന്നുണ്ട്. Those who have a problem with what God did to Uzzah need to understand the Bible's perspective on God's absolute holiness and man's utter sinfulness. ഉസ ചെയ്ത കാര്യത്തിന് ആർക്കെങ്കിലും മനസ്സിൽ പ്രയാസമുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ദൈവത്തിന്റെ അതിഭയങ്കരമായ വിശുദ്ധിയും മനുഷ്യന്റെ അതികഠിനമായ പാപസ്വഭാവവും. R.C. Sproul, he points out like this in his book, The Holiness of God. ദൈവത്തിന്റെ വിശുദ്ധിയെ പറ്റി R.C. സ്പ്രൗൾ ദേവദാസൻ എഴുതിയ പുസ്തകത്തിൽ താൻ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. He says Uzzah's act was one of arrogance. ഉസയുടെ ആ കൈനീട്ടൽ അഹങ്കാരത്തിൽ നിന്ന് കടന്നു വന്നതാണ്. He says like this, why should Uzzah presume that his hands were cleaner than the soil on which the ark was about to fall? പെട്ടകം വീഴുവാൻ പോകുന്ന മണ്ണിനേക്കാൾ അവന്റെ കൈകൾ വിശുദ്ധമാണെന്ന് അവൻ എങ്ങനെ കരുതുവാൻ കഴിഞ്ഞു? Soil is only unceremonially clean. Ceremonially clean. മണ്ണെന്ന് പറയുന്നത് അത് സെറമോണിയൽ എന്ന് വെച്ചാൽ അത് റിച്വലി ക്ലീൻ അല്ല എന്ന് മാത്രമേ ഉള്ളൂ. The hands of sinful men are morally and spiritually unclean. മനുഷ്യന്റെ കരങ്ങൾ ധാർമ്മികമായും ആത്മീകമായും പാപം നിറഞ്ഞതാണ്. And that is a vastly more unclean thing. അത് അതിനേക്കാൾ ഈ മണ്ണിനേക്കാൾ വിശുദ്ധമല്ലാത്ത കരങ്ങളാണ് മനുഷ്യന്റെ കരങ്ങൾ. Brothers and sisters, we need to take God seriously. പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവത്തെ വളരെ ഗൗരവത്തിൽ നാം കാണേണ്ടതാണ്. This is why Paul says in 1 Corinthians 11 concerning the Lord's Supper. അതുകൊണ്ടാണ് 1 അധ്യായത്തിൽ ദൈവത്തിന്റെ മേശയെ പറ്റി, കർത്താവിന്റെ മേശയെ പറ്റി ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. He says, for anyone who eats and drinks without discerning the body eats and drinks judgment on himself. This is why many of you are weak and ill and some have died. 1 Corinthians 11. അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരൻ ആകും. അതുകൊണ്ട് നിങ്ങളിൽ പലരും മരണത്തിലേക്ക് ഏൽപ്പിക്കപ്പെടുന്നു. Now let's look at David. ദാവീദിനെ നാം നോക്കിയേ. In verse 8 and 10 of 2 Samuel 6, we find that he was angry at God. 8ാമത്തെ വാക്യത്തിൽ ദാവീദിനെ പറ്റി നാം വായിക്കുന്നത് യഹോവ ഉസ്സയെ ചെയ്ത ദാവീദിനെ, ഇംഗ്ലീഷിൽ അത് ആംഗ്രി ആണ്, മലയാളത്തിൽ വ്യസനിച്ചു എന്നുള്ളതാണ്. David grew angry at God and then afraid. താൻ ആദ്യം ദൈവത്തോട് ദേഷ്യം വന്നിട്ട് പിന്നെ താൻ പേടിച്ചു പോയി. Not a healthy fear of the Lord. അതൊരു ആരോഗ്യകരമായ ഒരു പേടിയായിരുന്നില്ല. But it was an unhealthy fear that made him draw back, and he asked like this in verse 9. He says, how can the ark of the Lord come to me? അങ്ങനെ ആരോഗ്യപരമായ ഒരു ഭയമായിരുന്നില്ല ദാവീദ് പേടിച്ചിട്ട് ദാവീദ് പറയുകയാണ്, ദൈവത്തിന്റെ പെട്ടകം എന്റെ കയ്യിലോട്ട് ഇനി എങ്ങനെ വരും? We need to see that pride lay behind David's anger. ദാവീദിന്റെ ദേഷ്യത്തിന്റെ പിന്നിൽ അവന്റെ ഹൃദയത്തിൽ അഹങ്കാരം ഉണ്ടായിരുന്നു. He was embarrassed in front of the crowd. അവൻ ഈ ജനത്തിന് മുൻപാകെ അവൻ നാണം കെട്ടുപോയി. God had not done things David's way. ദാവീദ് ആഗ്രഹിച്ചതുപോലെ അല്ല ദൈവം പെരുമാറിയത്. But the problem was not that God had not done things David's way. ദൈവം ദാവീദ് പറഞ്ഞ പോലെ അല്ല ദൈവം ചെയ്തു എന്നല്ലായിരുന്നു പ്രശ്നം. It was that David had not done things God's way. ദൈവം ആഗ്രഹിച്ച നിലയിൽ ദാവീദ് പ്രവർത്തിച്ചില്ല എന്നതായിരുന്നു വിഷയം. God's word is very clear that the ark had to be carried by the Levites in a prescribed way. ദൈവത്തിന്റെ ന്യായപ്രമാണം സ്പഷ്ടമായിരുന്നു. ലേവിയ പുരോഹിതന്മാർ പെട്ടകം എങ്ങനെ ചുമക്കണമെന്നുള്ളത് ദൈവം വ്യക്തമാക്കിയിട്ടുണ്ട്. On their shoulders without touching it. അവരുടെ തോളിൽ അത് തൊടാതെ വേണം അവരത് കൊണ്ടുപോകാൻ. Not on an ox cart. അത് കാളവണ്ടിയിലായിരുന്നില്ല. We see that in Exodus 25, Numbers 4 and so on. പുറപ്പാട് 25-ലും ആവർത്തന പുസ്തകത്തിലൊക്കെ നാം അത് കാണുന്നുണ്ട്. So where did they get an idea of an ox cart? എങ്ങനെയാണ് കാളവണ്ടിയുടെ ഐഡിയ അവർക്ക് കിട്ടിയേ? From the Philistines. അത് ഫിലിസ്ത്യരിൽ നിന്ന് കിട്ടിയ ഐഡിയയാണ്. So it worked in the world, so why not bring it to the church? അത് ലോകത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, അവരത് ചെയ്തില്ലോ, എന്നാ പിന്നെ സഭയിൽ ഇത് ചെയ്താൽ എന്താ കുഴപ്പം? Whenever the church begins imitating the world in its worship, it cannot expect the Lord to bless it. ലോകം ആരാധിക്കുന്നത് പോലെ സഭയിൽ ആരാധിക്കണമെന്ന് നാം സ്പഷ്ടിക്കാൻ തുടങ്ങിയാൽ, നാം നിർബന്ധം പിടിച്ചാൽ ദൈവം അനുഗ്രഹിക്കയില്ല. And they should not get upset with God when he does not. ദൈവം അനുഗ്രഹിക്കാതിരിക്കുമ്പോൾ ദൈവത്തോട് ചൂടാകാനും
ദേഷ്യപ്പെട്ടിട്ടും കാര്യമില്ല. Some in the church, they think that they want God's presence, ചില ആളുകൾ ദൈവസഭയിൽ ദൈവത്തിന്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുവെങ്കിലും but they don't understand God's holiness, ദൈവത്തിന്റെ വിശുദ്ധിയുടെ ഭയാനകത മനസ്സിലാക്കാറില്ല. or they play loosely with God's truth. അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന്റെ സത്യങ്ങളുമായിട്ട് അല്പം ലൂസായിട്ടാണ് അത് ഇടപെടുന്നത്. When things don't go as they hope, അവർ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ പോയില്ല എങ്കിൽ they get angry and blame God. അവർ ദേഷ്യപ്പെട്ട് ദൈവത്തെ കുറ്റം പറയാൻ തുടങ്ങും. What they should do is to fall on their faces and ask why God is not blessing their lives or their church. അവർ ചോദിക്കേണ്ട കാര്യം, അവർ ദൈവ സാന്നിധ്യത്തിൽ വീണ് അവരെയും ദൈവസഭയെയും അനുഗ്രഹിക്കാത്തത് എന്തെന്ന് നിലവിളിച്ച് ചോദിക്കണം. That is David's response. അതായിരുന്നു ദാവീദിന്റെ പ്രതികരണം. How did Michael respond? മൈക്കിൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത്? Don't get too spiritual. മൈക്കിൾ പറഞ്ഞു, അത്ര ആത്മീയത വേണ്ട. She was David's wife, ദാവീദിന്റെ ഭാര്യയായിരുന്നു. but here she is referred to as the daughter of Saul. ശൗലിന്റെ പുത്രിയാണ്. That is what is written here അതാണ് നമ്മളിവിടെ കാണുന്നത്. in 16 and 20. 16-20 Yeah, that is to indicate her background. അത് തന്റെ താൻ ആരാണെന്ന് കാണിക്കുവാൻ വേണ്ടിയാണ്. Notice her relationship to the worship celebration. ആ ആരാധനയോടുള്ള മിഖലിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? In verse 16 we find that she was a spectator. താൻ അത് കണ്ടുകൊണ്ടിരിക്കുന്നവരായിരുന്നു. Why did not she participate? എന്തുകൊണ്ട് താൻ ആരാധനയ്ക്ക് വന്നില്ല? She should have been down in the street celebrating. താനും ദാവീദിനോടൊപ്പം അവിടെ ആ തെരുവിൽ വീണ് ദൈവത്തെ ആരാധിക്കേണ്ടവളല്ലേ? But we see here that Michael misses the wonder of God's presence among his people because she is too much worried about whether David is doing it the right way or not. ആളുകളുടെ മുമ്പാകെ വന്ന് ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം ദാവീദ് മര്യാദയ്ക്കാണോ ചെയ്യുന്നതെന്നുള്ള വിഷയത്തിൽ മിഖൽ പ്രിയപ്പെട്ടവൾ വേദനിച്ചു. She is too self-absorbed. താൻ തന്നെ പറ്റി മാത്രം ചിന്തിക്കുന്ന ഒരു ആളായി മാറി. Concerned about what others think. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ളത് താൻ ആലോചിച്ചു. Too defined by worldly categories. ലോകം എങ്ങനെ ഇതിനെ കാണുമെന്നുള്ളതിന് താൻ വ്യസനിച്ചു. Her problem, like her father's, was pride. തന്റെ പിതാവിനെ പോലെ തന്റെയും പ്രശ്നം അവിടെ നിഗളമായിരുന്നു. We find that David dealt with his pride. ദാവീദ് തന്റെ അഹങ്കാരവുമായി താൻ ഇടപെട്ടു. In verse 22 we find that he humbled himself to worship the Lord without caring what others thought. 22-ാമത്തെ വാക്യത്തിൽ ദാവീദിന്റെ സാക്ഷ്യത്തിൽ നാം കേൾക്കുന്നു, തന്നെ താഴ്ത്തി മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് വിചാരിക്കാതെ ദാവീദിന്റെ അഹങ്കാരവുമായി ദാവീദ് ഇടപെട്ടു. Michael was not willing to humble herself and saw the Lord humbled her with the ultimate disgrace in that society. We find in verse 23 that she was barren all her life. നിഗളിച്ച മിഖൽ താൻ തന്റെ അഹങ്കാരത്തിന് പരിഹാരം വരുത്തുവാൻ ഇടയാകാതെ വന്നപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സമൂഹത്തിൽ ഏറ്റവും ദുഷ്കരമായത് ദൈവം അവക്ക് കൊടുത്തു. അവക്കൊരു കുട്ടി ഉണ്ടാകാതെ അവൾ ജീവിച്ചു. Many a times, there are people who are not participants in the church. പലപ്പോഴും സഭയിൽ ഒരു കാര്യത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ആളുകളുണ്ട്. But they are very proud spectators. എന്നാൽ അവർ കാണുമ്പോൾ അവർ വളരെ നിഗളമുള്ള കാണികളാണ്. For every general body meeting there will be a lot of sound which is coming from them. എല്ലാ ജനറൽ ബോഡി മീറ്റിംഗിലും അവരുടെ ഒത്തിരി ശബ്ദം കിട്ടും. But when it comes to worship and the activities, there is no practice. എന്നാൽ സഭയിലെ കാര്യങ്ങളിലേക്ക് ഇടപെടാൻ വരുമ്പോൾ ഒരു ശബ്ദവും ഇല്ല, ഒരു ബഹളവും ഇല്ല. They always worry about what others might think. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നതിനെ പറ്റിയുള്ള വിഷയത്തിൽ അവർ It doesn't concern them to be thinking what God thinks. ദൈവം എന്ത് ഇതിനെ പറ്റി കാണും, എങ്ങനെ കാണും എന്നുള്ളതിന് അവർക്ക് ഒരു വിഷയവുമില്ല. Let's look at finally Obed-Edom. ഒബേദ്-ഏദോമിനെ പറ്റി നാം ശ്രദ്ധിച്ചാൽ We find in verse 10 and 11 that he was delighted in God. നാം 9-10-11 വാക്യത്തിൽ വായിക്കുന്നു, അവൻ ദൈവത്തിൽ പ്രസാദിച്ചു. We are not sure who Obed-Edom was. ആരാണോ ഈ ഒബേദ്-ഏദോം എന്ന് നമുക്കറിയില്ല. He was probably a Levite who lived nearby. ഒരു പക്ഷേ അടുത്ത് താമസിച്ച ഒരു ലേവ്യ ഗോത്രക്കാരനായിരിക്കാം. Yet he had no problem bringing the ark into the house right after Uzzah was struck dead for touching it. ഉസ്സ അത് തൊട്ട് കഴിഞ്ഞ ഉടനെ മരിച്ചതിന് ശേഷം ഈ പെട്ടകം എന്റെ ഭവനത്തിൽ കൊണ്ടുവരുന്നതിന് മടി കാണിക്കാത്ത ഒരുവൻ. Isn't that amazing? അത്ര മനോഹരമായ കാര്യമല്ലേ? Here was a man whose heart was right before the Lord. ദൈവത്തിന്റെ സന്നിധിയിൽ തന്റെ ഹൃദയം നിരപ്പ് പ്രാപിച്ച ശരിയായ നിലയിൽ ജീവിച്ച ഒരു വ്യക്തി. The presence of God was not a threat to him. ദൈവത്തിന്റെ സാന്നിധ്യം തന്നെ ഭയപ്പെടുത്തിയില്ല. It was a delight.
അത് തനിക്കൊരു ആസ്വാദനമായിരുന്നു. He was completely at ease with God living in his home. ദൈവം തന്റെ ഭവനത്തിൽ ജീവിക്കുന്നതിൽ താൻ സന്തുഷ്ടനായിരുന്നു. So verse 11 we find, so the Lord blessed Obed-Edom and all his household. അതുകൊണ്ട് ദൈവം ഉപേദിതവും തന്റെ സകല ഭവനത്തെയും ദൈവം അനുഗ്രഹിച്ചു. David heard about it, ദാവീദ് അത് കേട്ടു, got his heart right with God, തന്റെ ഹൃദയം ദൈവത്തോട് താൻ ഏകീഭവിച്ചു, and joined Obed-Edom in desiring the presence of God again. ദൈവത്തിന്റെ സാന്നിധ്യം ആഗ്രഹിച്ച് ദാവീദ് ഓബേദേദോമിനോടൊപ്പം ചേർന്നു. But Obed-Edom has something to teach David and all of us. എന്നാൽ ഓബേദേദോമിന് ദാവീദിനെയും നമ്മളെ പഠിപ്പിക്കാൻ ഒരു പാഠമുണ്ട്. In that he wanted the ark of the holy presence of God with him immediately after Uzzah had been struck dead for touching it. തൊട്ടതിന് ഉസ്സ മരിച്ച നിമിഷത്തിന് അടുത്ത നിമിഷം തന്നെ ഇതേ പെട്ടകം എന്റെ അടുത്ത് വരണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തി. How would you feel if, like in the early church with Ananias and Sapphira, someone here was struck dead for trifling with God? അനനീയസിന് സഫറയെ പോലെ ഇന്ന് നമ്മുടെ സഭയിൽ അതുപോലെ ആരെങ്കിലും മരിച്ചിട്ട്, and then Jesus appeared bodily and said that I'd like to come and live in your home for 3 months. എന്നിട്ട് കർത്താവ് എന്ന് പറയുകയാണ്, പ്രത്യക്ഷനായിട്ട് പറയുകയാണ്, ഞാൻ നിന്റെ ഭവനത്തിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ, would you welcome him? നിങ്ങൾ നമ്മളിൽ എത്ര പേര് ധൈര്യം കാണിക്കും? Or would you feel a bit nervous? അതോ അല്പം ഭയം കാണിക്കുമോ? This morning God wants us to remember about his holiness, his power and his greatness. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വിശുദ്ധിയും അവന്റെ ശക്തിയും അവന്റെ കൃപയും നാം തിരിച്ചറിയാൻ അവൻ ആഗ്രഹിക്കുന്നു. He also wants us to remember his incredible goodness. അവന്റെ അതിമഹത്തായ നന്മയും നാം ഓർക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. The same God who powerfully struck down Uzzah also powerfully blessed Obed-Edom. ഉസ്സയെ കൊന്ന ദൈവം തന്നെ ഓബേദ്ഏദോമിനെ അനുഗ്രഹിച്ചു. Who is able to stand before this holy God? ആർക്ക് ഈ ദൈവത്തിന്റെ വിശുദ്ധിയുള്ള ദൈവത്തിന് മുമ്പാകെ നിൽക്കുവാൻ കഴിയും? Our hope lies in the fullness that the ark represented. നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് ഈ പെട്ടകം പ്രതിനിധീകരിച്ച അതിന്റെ പൂർണ്ണതയാണ്. When the author of the book of Hebrews writes to his Jewish Christian readers, എബ്രായ ലേഖകൻ തന്റെ യഹൂദ വിശ്വാസികൾക്ക് താൻ എഴുതുമ്പോൾ, in 9 verse 5 he mentioned the mercy seat which is at the very top of the ark. താൻ ആ പെട്ടകത്തിന് ഏറ്റവും മുകളിലുള്ള കൃപാസനത്തെ പറ്റി താൻ ഓർമ്മിപ്പിച്ചിട്ട് താൻ ഇങ്ങനെ പറയുകയാണ്, where once a year the high priest would sprinkle the blood of a bull or a goat to make atonement for the nation. വർഷത്തിൽ ഒരിക്കൽ ദേശത്തിനു വേണ്ടി പാപയാഗത്തിനു വേണ്ടി ആ പെട്ടകത്തിന് മുകളിൽ, ആ കൃപാസനത്തിന് മുകളിൽ രക്തം തളിക്കുന്നത് പോലെ so that they would not share in Uzzah's fate. അവരും ഉസ്സയുടെ മരണത്തിന് ന്യായവിധിക്ക് കൂട്ടുനിൽക്കാതെ. But in the same chapter of Hebrews, അതേ അധ്യായത്തിൽ in verse 12 and 15, 15 അധ്യായത്തിൽ 15 വാക്യങ്ങളിൽ, talking about Jesus, the distant son of David, he writes like this: he entered once for all into the holy places, not by means of the blood of goats and calves, but by means of his own blood, thus securing an eternal redemption. Therefore, he is the mediator of a new covenant, so those who are called may receive the promised eternal inheritance, since a death has occurred that redeems from the transgressions committed under the first covenant. ആടുമാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താൽ സുന്ദരത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ച് ആട്ടുമാരുടെയും കാളുകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുവംശം ജഡീക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കൻ അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ മനസ്സാക്ഷി നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിച്ചു എന്ന് പറഞ്ഞ് പുതിയ നിയമത്തിന്റെ വാഗ്ദത്തം നൽകിയ ക്രിസ്തുവിനെ താനോടെ കാണിക്കുകയാണ്. Because of his goodness and love, God has prepared for us a way to truly know him. അവന്റെ നന്മയും അവന്റെ സ്നേഹവും ഒന്നിച്ചു കടന്നു വന്ന് ദൈവത്തെ തിരിച്ചറിയുവാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കാനിടയായി. To stand in his presence, അവന്റെ സാന്നിധ്യത്തിൽ നിലകൊണ്ട്, for him to dwell among us, നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന് താമസിക്കുവാനായി, forever and ever, എന്നേക്കും നമ്മളോടൊപ്പം വസിക്കുവാനായി. And we know that he did it through the death on the cross. അത് ക്രൂശിലെ മരണം കൊണ്ട് താൻ അത് സാധിപ്പിച്ചു. The very place where, like Uzzah, the wrath of God broke out against our Lord and Savior. ഉസ്സയോടുള്ള ദൈവത്തിന്റെ കോപം എങ്ങനെ ജ്വലിച്ചോ
അതേ ജ്വലനം ക്രിസ്തുവിനോടും പിതാവ് കാണിച്ചു. To be clear, it was you and I who neglected God's word. നാം ഓരോരുത്തരുമാണ് ദൈവത്തിന്റെ വചനത്തെയും ദൈവത്തിന്റെ സാന്നിധ്യത്തെയും ത്യജിച്ചത്. We are the spiritually careless one. നാം ആണ് ആത്മീയമായി അശ്രദ്ധ കാണിക്കുന്നവർ. It was we who went and touched the ark. നാം ആണ് പെട്ടകത്തെ പോയി തൊട്ടവർ. But it was Jesus who was struck down. എന്നാൽ യേശു ക്രിസ്തുവിനെയാണ് ദൈവം ശിക്ഷിച്ചത്. Uzzah's death may have reminded us, it is a shocking reminder for us, but that cannot save us. ഉസയുടെ മരണം നമുക്ക് ഒരു വലിയ മുന്നറിയിപ്പാണെങ്കിൽ ആ മരണത്തിന് എന്നെ രക്ഷിക്കുവാൻ കഴിയില്ല. Only Jesus can save us. കർത്താവിന്റെ മരണത്തിനും കർത്താവിനുമേ എന്നെ രക്ഷിക്കുവാൻ കഴിയുമുള്ളൂ. And unlike Uzzah, death could not hold Jesus. ഉസയെ പോലെയല്ല കർത്താവിനെ മരണത്തിന് പിടിച്ചു വെക്കുവാൻ കഴിയുമായിരുന്നില്ല. He has risen and he is reigning. അവൻ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ വാഴുന്നു. We are his sons and daughters if we trust in Jesus alone. കർത്താവിൽ മാത്രം വിശ്വസിച്ചാൽ നാം അവന്റെ മകനും മകളുമായി തീരും. According to God's word alone, by his grace alone, that is our only hope. തന്റെ വചനത്താൽ മാത്രം തന്റെ കൃപ മാത്രം കൊണ്ട് നാം രക്ഷിക്കപ്പെടുന്നു. So come to him this morning. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ കർത്താവിനെ കാണുവാൻ കടന്നു വരിക. Trust him. അവനെ വിശ്വസിക്കുക. Look to him this morning. അവനെ നോക്കുക. Savor his sacrifice. അവന്റെ ആ യാഗത്തെ നാം ഒന്ന് സ്മരിക്കുക. Fierce and boundless, but so good. ആ യാഗം അത് എത്രയോ ഗൗരവമുള്ളതാണ്, പക്ഷേ അത് നമുക്ക് വേണ്ടി അനേകം നന്മകൾ നൽകി തരുന്നു. Have you come this morning to meet with God? ഇന്ന് പകൽക്കാലം ഈ ദൈവത്തെ കാണാനാണോ നാം സഭയിലേക്ക്? I'll close with a story. ഞാനൊരു കഥ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. Pastor A.J. Gordon. A.J. Gordon പറഞ്ഞ പാസ്റ്റർ, he was delivering his Sunday morning sermon from the pulpit. പുൾപിറ്റിൽ നിന്ന് താൻ ഞായറാഴ്ച രാവിലെ തന്റെ സന്ദേശം കൊടുക്കുകയായിരുന്നു. He saw a very impressive looking man sitting there. വളരെ കാണുവാൻ കൊള്ളാവുന്ന ഒരു പുരുഷനെ താൻ അവിടെ കണ്ടു. He thought that he should meet him when the closing hymn goes on. താൻ അവസാനത്തെ പാട്ട് പാടുമ്പോൾ ആ മനുഷ്യനെ കാണണമെന്ന് താൻ ആഗ്രഹിച്ചു. But before he reached, he went. താൻ എത്തുന്നതിന് മുൻപ് ആ മനുഷ്യൻ കടന്നുപോയി. In the evening service also the same thing happened. ഈവനിങ് സർവീസിലും ഇതേ മനുഷ്യൻ കടന്നു വന്നു, കാണുവാൻ ആഗ്രഹിച്ചു. അവസാന പാട്ടായപ്പോൾ വീണ്ടും അദ്ദേഹം പോയി. So he asked one of the other brothers. അപ്പം താൻ വേറൊരു സഹോദരനോട് ചോദിച്ചു, did you meet him? നീ അവനെ കണ്ടോ? And this brother who was a deacon, he said, oh, you did not recognize him? That was Jesus of Nazareth. അപ്പം ആ സഹോദരൻ പറഞ്ഞു, നിനക്ക് തിരിച്ചറിയാൻ പറ്റില്ല, അത് നസ്രയത്തുകാരനായ യേശു ആയിരുന്നു. You mean Christ himself was listening to me? അപ്പൊ ക്രിസ്തു എന്നെ പറ്റി എന്റെ സന്ദേശം കേൾക്കുവാൻ വന്നു. What did he say? എന്താണ് അവൻ പറഞ്ഞത്? Before the deacon could respond, Gordon woke up from his sleep. അത് പറയുന്നതിന് മുൻപ് ഗോർഡൻ തന്റെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. He was dreaming. താൻ സ്വപ്നം കാണുകയായിരുന്നു. But for the first time, he fully realized that the Lord Jesus is present in a special way when his people are gathered here for worship. എന്നാൽ ആദ്യമായിട്ടാണ് ഒരു വ്യക്തിപരമായി താൻ തിരിച്ചറിഞ്ഞ ഒരു തിരിച്ചറിവുണ്ട്. യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം ദൈവത്തിന്റെ സഭയിൽ ഒരു പ്രത്യേകമായ നിലയിൽ നിലകൊള്ളുന്നു. And this thought changed his ministry. അത് തന്റെ ശുശ്രൂഷയെ പിന്നെ വ്യതിരിപ്പാനിടയായി. So what about us? അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് എന്താണ്? Would you sing any differently if Christ was listening? കർത്താവ് കേൾക്കുന്നു എന്ന് നാം തിരിച്ചറിഞ്ഞെങ്കിൽ നാം ഇതിനേക്കാൾ ഉറക്കെ പാടുമായിരുന്നു. Would you worship any differently if Christ was watching? കർത്താവ് നമ്മളെ വീക്ഷിക്കുന്നു എന്ന് കണ്ടാൽ നമ്മുടെ ആരാധനയ്ക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുമോ? Would you listen to his word being preached attentively if he was sitting in the chair next to you? എന്റെ കൂടെ കർത്താവ് ഇരിക്കുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ ദൈവത്തിന്റെ സന്ദേശം കേൾക്കുവാൻ ഞാൻ ഇതിനേക്കാൾ ശ്രദ്ധ വെക്കുമായിരുന്നോ? He is present, of course. അവന്റെ സാന്നിധ്യമുണ്ട് തീർച്ചയായും. The question is, are you aware of his presence? ചോദ്യം ഇതാണ്, ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് നീ തിരിച്ചറിയുന്നുണ്ടോ? Do you come expecting him to be present? ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് പ്രതീക്ഷിച്ചാണോ നീ ദൈവസഭയിലേക്ക് കാലുകളെ എടുത്തു വെക്കുന്നത്? Anticipating to meet with him as we gather in his name. ഒരുമിച്ച് അവന്റെ നാമത്തിൽ കൂടുമ്പോൾ അവനെ കാണുവാനാണോ നീ സഭയിലേക്ക് വരുന്നത്? Psalms 29 verse 2 says like this, give unto the Lord the glory due to his name, worship the Lord in the beauty of his holiness. 29ാമത്തെ സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, യഹോവയ്ക്ക് തക്ക മഹത്വം കൊടുക്കുവീൻ, അവന്റെ മുൻപിൽ അവന്റെ വിശുദ്ധിയോടനുബന്ധിച്ച് അവനെ ആരാധിക്കുവിൻ. Corporate worship, after all, should be the natural overflow of worshiping lives united together in fellowship. സഭയുടെ ആരാധനാ ദിവസങ്ങൾ എന്ന് പറയുന്നത് ഒരുമിച്ച് കടന്നു വന്ന് ഈ സാന്നിധ്യം തിരിച്ചറിയുന്നവർ ദൈവത്തെ ഉച്ചത്തിൽ ആരാധിക്കുന്നു. So true corporate worship should be a reverent response to God's holy presence. ശരിയായ സഭയുടെ ആരാധന എന്ന് പറയുന്നത് വിശുദ്ധമായ ദൈവത്തിന്റെ സാന്നിധ്യത്തോടുള്ള എന്റെ ശരിയായ പ്രതികരണമായിരിക്കണം. May his name be glorified. ദൈവനാമം മഹത്വപ്പെടും.
പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ ഉണക്കാം.